ഹായ് മക്കളെ, ക്യുവറ്റ് എക്സാം ഇതാ വരാൻ പോവാണ്. ക്യുവറ്റ് എക്സാമിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ വീഡിയോസിലൂടെയൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, +2 കഴിഞ്ഞ മക്കൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാം ആണിത്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഗ്രാജുവേറ്റ് കോഴ്സസിന് നിങ്ങൾക്ക് അഡ്മിഷൻ നേടി തരുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ബട്ട് വൈ ക്യുവറ്റ്? നിങ്ങൾ എന്തിന് ക്യുവറ്റ് എഴുതണം? അതായത് നിങ്ങളിപ്പം പല കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ +2ന് ശേഷം ചിലർ പ്രൊഫഷണൽ കോളേജസിലേക്ക് പോകാൻ ഉള്ള നീറ്റ് ജെഇ പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. മറ്റ് കോഴ്സുകളിലേക്ക് മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്ത് കൂടാ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാൻ തീരുമാനിച്ചൊരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതേണ്ട ഒരു ലിസ്റ്റ് ഓഫ് എക്സാംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യുവറ്റ് എക്സാം. കാരണം ഈ എക്സാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോഴ്സിലേക്ക്, ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഡൊമൈനിലുള്ള കോഴ്സിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് അഡ്മിഷൻ നേടിത്തരിക. അതായത് ഒരു വെറൈറ്റി ഓഫ് ഗ്രാജുവേറ്റ് കോഴ്സസിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. കാരണം 37 ഡൊമൈൻസിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 5 എണ്ണം വരെ എഴുതാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് അറിയോ? കാരണം നിങ്ങൾ +2ന് പഠിച്ച അതേ സിലബസ് ആണ്. +2 സിലബസ് മാത്രം മതി നിങ്ങൾക്ക് ക്യുവറ്റ് എക്സാം എഴുതാൻ. അപ്പോൾ നിങ്ങൾ ഇനി ഫുൾ +1 +2 ഇരുന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി PCMB സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ പഠിച്ച അതേ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ നിങ്ങൾ ക്യുവറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, അതൊരു ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം അല്ലേ, അപ്പോൾ +2ന് ഇപ്പോൾ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, അത് വെച്ചിട്ട് അങ്ങ് എഴുതി നോക്കാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് എഴുതി നോക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളൊരു സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ, അതായത് ആലോചിച്ച് നോക്ക്, നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ആണ് ക്യുവറ്റ് എക്സാമിനും ആസ്പിരൻസ് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്നത്. നമ്പർ ഓഫ് ആസ്പിരൻസ് ഓരോ വർഷവും കൂടി വരികയാണ്. വിച്ച് മീൻസ് കോമ്പറ്റീഷൻ ഇസ് ഗോയിങ് ഹൈ. സോ അതായത് ഈ ഒരു എക്സാമിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ ഗ്രാജുവേറ്റ് കോഴ്സസിലേക്ക് കയറാനുള്ള ആസ്പിരൻസിന്റെ നമ്പർ ആസ് പെർ ദി സ്റ്റാറ്റിസ്റ്റിക്സ് വർഷം കഴിയുന്തോറും കൂടി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫീൽഡ്സ്, അതായത് റിസർച്ച് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ടീച്ചിങ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ടെക്നോളജി റിലേറ്റഡ് AI റിലേറ്റഡ് ലേണിംഗ് ആവട്ടെ, അങ്ങനെയൊക്കെ ഒരുപാട് ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഗ്രാജുവേറ്റ് എടുത്തിട്ട് പിന്നെ മാസ്റ്റേഴ്സ് മറ്റ് ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഫീൽഡിലും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പേർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് വേണം. വെറുതെ ജസ്റ്റ് സിലബസ് നോക്കിപ്പോയാൽ മാത്രം പോരാ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിൻ്റെ പാറ്റേണുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം എഴുതാൻ പോകുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആൻഡ് ഇതൊരു MCQ പേപ്പറാണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരും. അങ്ങനെ നിങ്ങളുടെ സ്കോറിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യണം. അതിന് ജസ്റ്റ് സിലബസ് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതിൻ്റെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കറിയണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, അതേ മോഡലിലുള്ള മോക്ക് എക്സാമുകൾ നമ്മൾ എഴുതി നോക്കണം, പ്ലസ് എക്സ്പേർട്ട് എടുക്കുന്ന ക്ലാസ്സസും നമ്മൾ കേൾക്കണം. അതായത് സിലബസിനെ നല്ല ഡെപ്തിൽ നമ്മൾ ഒന്നും കൂടെ ബ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്യുവറ്റ് എക്സാമിന് നല്ലൊരു സ്കോർ വാങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കായിട്ടാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാം ആയിട്ടുള്ള ക്യുവറ്റ് എൻ ഗെയിം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് നമ്മുടെ ബാച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, എക്സാം സീരീസ്, ആപ്പ് ഫീച്ചേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. 3 രീതിയിലാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച്. അതായത് ക്യുവറ്റ് ജനറൽ, PCMB ആൻഡ് കോംബോ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ക്യുവറ്റ് എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാകും, അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. സോ ഇനി പ്രിപ്പറേഷൻ കൂടി ഒന്ന് സ്ട്രോങ് ആക്കുക. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്.